നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. സ്വന്തം സഹോദരന്മാരുടെ അവിശ്വാസം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. 1 മുതൽ. അതിനുശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദിയയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സായില്ല. എന്നാൽ യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാൾ അടുത്തിരുന്നു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോകാൻ, പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നു എങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. നമ്മുടെ കർത്താവ് 30 വർഷങ്ങൾ ജീവിച്ചത് ഒരു നസറത്തിലെ ഒരു ദരിദ്ര ഭവനത്തിലാണ്. അവിടുത്തെ മൂത്ത മകനായിരുന്നു യേശു. യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിനാൽ ആണ്. മറിയാം യേശുവിന് ജന്മം നൽകുകയും യേശുവിന് പാല് നൽകുകയും ഒക്കെ ചെയ്തെങ്കിലും യേശു മറിയാമിൽ നിന്ന് ശരീരമോ രക്തമോ ഒന്നും സ്വീകരിച്ചിരുന്നില്ല. യേശു സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. എന്നാൽ അവിടുന്ന് ഒരു ചോരക്കുഞ്ഞായി പിറന്നു വീഴണമെന്നും ദരിദ്ര സാഹചര്യത്തിൽ ഒരു യൗവനം വരെ വളരണമെന്നും ഉള്ളത് പിതാവ് നിശ്ചയിച്ച കാര്യമായിരുന്നു. കാരണം യേശു മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി നരകം അനുഭവിക്കാൻ അല്ലെങ്കിൽ യാഗമാകാൻ വേണ്ടി മാത്രം, ആ ഒരു ലക്ഷ്യത്തിൽ മാത്രമല്ല പിതാവ് യേശുവിനെ ഭൂമിയിൽ അയച്ചത്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ദൈവമക്കളായ ആളുകൾ പിതാവിനെ എങ്ങനെ അനുസരിക്കണം എന്നുള്ളതിന് മാതൃക കാണിക്കാൻ കൂടെയാണ്. ആ യേശുവിൻ്റെ മാതൃക എന്ന് പറയുന്നത് തൻ്റെ 30 വയസ്സ് മുതൽ 33.5 വയസ്സ് വരെയുള്ള പരസ്യ ശുശ്രൂഷ കാലത്തെ ആ ജീവിതം മാത്രമല്ല, യേശുവിൻ്റെ ശൈശവം മുതൽ ഉള്ള ജീവിതം തീർച്ചയായിട്ടും നമുക്ക് മാതൃകയാണ്. വളരെ പവിത്രമായിട്ട് മറ്റ് കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് യേശു ജീവിച്ചു. അത് അവർ കണ്ടതാണ്. യേശുവിൽ ഒരു പ്രത്യേകത ഉള്ളത് അവർ കണ്ടതാണ്. ഇപ്പോൾ മോശയുടെ ജനനത്തിങ്കൽ മിര്യാമിൻ്റേതോ അഹരോൻ്റേതോ പോലെയല്ല. മോശ ദിവ്യസുന്ദരൻ ആയിരുന്നു എന്ന് മാതാപിതാക്കൾ വിശ്വാസത്താൽ കണ്ടുവെന്നാണ്. അതുപോലെ ശമൂവേൽ പാടിൽ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്ക് പ്രീതി ഉള്ളവനായി വളർന്നുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വ്യത്യസ്തരായിരുന്നു. അതുപോലെ യേശുവും വ്യത്യസ്തനായിട്ടാണ് ജീവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ യേശു 30 വയസ്സിന് ശേഷം സ്നാനപ്പെട്ട് പ്രസംഗം ആരംഭിച്ചു. നസറത്തിലെ പള്ളിയിലാണ് ആദ്യം പ്രസംഗിച്ചത്. പക്ഷേ ആ പ്രസംഗത്തെ ഉൾക്കൊള്ളാൻ ആ പള്ളി പ്രമാണികൾക്കും അല്ലെങ്കിൽ അവിടുത്തെ ശ്രേഷ്ഠന്മാർക്കും കഴിഞ്ഞില്ല. അവർ യേശുവിനെ മലയുടെ മുകളിൽ കൊണ്ടുവന്ന് തള്ളിയിട്ട് കൊല്ലാനാണ് ചിന്തിച്ചത്. യേശു പിന്നീട് ആ പള്ളിയിലേക്ക് പോയില്ല. പിന്നീട് യേശു കൂടുതൽ കേന്ദ്രീകരിച്ചത് കപർന്നൗമിലാണ്, കടൽ തീരത്താണ്. എന്നാൽ ഇടയ്ക്ക് താൻ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിലുള്ളത്. അവിടെ ചെന്നപ്പോഴാണ് യേശുവിൻ്റെ സഹോദരന്മാർ പറയുന്നത്, കൂടാരപ്പെരുന്നാൾ സമയമല്ലേ, നിന്റെ അത്ഭുതങ്ങളൊക്കെ ആ കൂടാരപ്പെരുന്നാളിൽ പോയി ജനം കാണിക്കുക. അപ്പോൾ നിന്റെ ശിഷ്യന്മാരും വിശ്വസിച്ചുകൊള്ളും, ജനങ്ങൾക്കും വിശ്വാസമാകും, നിനക്ക് നല്ല പ്രസിദ്ധി കിട്ടും. പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവൻ ഒന്നും രഹസ്യമായിട്ടൊന്നും ചെയ്യുകയില്ല. അതുകൊണ്ട് പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്ന ആളല്ലേ എന്ന് പറഞ്ഞ് യേശുവിനെ പരിഹസിക്കുകയും നിന്ദിക്കുകയുമാണ് യേശുവിൻ്റെ സ്വന്തം സഹോദരന്മാർ ചെയ്തത്. ഇത് യോസേഫിന് ഉണ്ടായ കുട്ടികളാണ്. യോസേഫിൽ നിന്ന് മറിയാം പ്രസവിച്ച കുട്ടികളുടെ പേര് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. യാക്കോബ്, യോസെ, ശീമോൻ, യൂദ. പിന്നെ ചില സഹോദരിമാരും ഉണ്ടായിരുന്നു. യേശുവിനെ കുറിച്ച് ആദ്യജാതൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, ഏകജാതൻ എന്നല്ല. മറിയയുടെ ഏകജാതൻ എന്നല്ല, ആദ്യജാതൻ. ആദ്യജാതനെ പ്രസവിക്കുന്നത് വരെ അവനോട് പരിഗ്രഹിച്ചില്ല. അപ്പോൾ തീർച്ചയായിട്ടും പ്രസവിച്ച ശേഷം പിന്നീട് പരിഗ്രഹിച്ചു. അങ്ങനെയാണ്
ബാക്കി മക്കൾ ഉണ്ടായത് എന്ന് നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം. സങ്കീർത്തനങ്ങൾ 69 അതിന് 8-ാം വാക്യത്തിൽ എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ അന്യനും എൻ്റെ അമ്മയുടെ മക്കൾക്ക് പരദേശിയുമായിരിക്കുന്നു. അപ്പൻ്റെ മക്കൾക്ക് എന്നല്ല, എൻ്റെ അമ്മയുടെ മക്കൾക്ക്. അപ്പോൾ എൻ്റെ അമ്മ പ്രസവിച്ച മക്കൾക്ക് ഞാൻ പരദേശിയായിരിക്കുന്നു, അന്യനായിരിക്കുന്നു. അത് ബൈബിളിൽ 1000 വർഷം മുമ്പ് ദാവീദിനാൽ രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അതിൽ യേശുക്രിസ്തുവിന് സഹോദരന്മാർ ഉണ്ടായിരിക്കും, അവർ യേശുവിനെ അംഗീകരിക്കുകയില്ല എന്നുള്ളത് എഴുതിയിരിക്കുകയാണ്. ഇവിടെ ചില ആളുകളൊക്കെ വാദത്തിനായിട്ട് പറയാറുണ്ട് മറിയാം യേശുവിനെ മാത്രമേ പ്രസവിച്ചിരുന്നുള്ളൂ എന്ന്. മറിയ യേശുവിനെ മാത്രമേ പ്രസവിച്ചിരുന്നുള്ളൂ എങ്കിൽ ഒരു കുടുംബജീവിതം പിന്നീട് മറിയയുമായിട്ട് യോസേഫ് ഇല്ലായിരുന്നുവെങ്കിൽ എന്തിനു മറിയാമിനെ അദ്ദേഹം കൂട്ടിക്കൊണ്ടു പോകണം? ദൈവദൂതൻ യോസേഫിനോട് പറഞ്ഞത്, നിന്റെ ഭാര്യയായ മറിയെ, വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഗർഭിണിയായ നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉത്പാദമായത് പരിശുദ്ധാത്മാവിനാലാണ്. ആ ഒരു കുട്ടി മാത്രമേ പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്നുള്ളൂ, യേശു. പിന്നീട് നിനക്ക് കുടുംബജീവൻ നയിക്കാം, നിനക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നതാണ്, നിന്റെ ഭാര്യയാണ്. ദൈവം പറഞ്ഞു അത് പരിശുദ്ധാത്മാവിനാലാണ്. അവൻ ഇസ്രായേലിൻ്റെ രാജാവാകും. യാക്കോബ് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല. നീ വേണം അവൻ യേശു എന്ന് പേരിടാൻ. യോസേഫ് നീതിമാനായതുകൊണ്ട്, ഭക്തനായതുകൊണ്ട് അദ്ദേഹം മറിയാമിനെ സ്വീകരിച്ചു. പേർവഴി ചാർത്താൻ വേണ്ടി ബേത്ലഹേമിലേക്ക് പോയി. അവിടെ വെച്ച് പ്രസവം നടന്നു. അതിനുശേഷം അവർ മിസ്രൈമിലേക്ക് കുഞ്ഞുമായി പോയി. പിന്നീട് തിരിച്ച് നസറത്തിലെ തൻ്റെ ജോലിക്കായിട്ട് അദ്ദേഹം വന്നു. പിന്നീട് മറിയാമിൽ നിന്നും കുഞ്ഞുങ്ങളുണ്ടായി. കുഞ്ഞുങ്ങളുണ്ടാകുക എന്നുള്ളതൊരു പാപമല്ല. ആദാമും ഹൗവയും ചേർന്ന് മക്കളുണ്ടാകണം, സന്താനപുഷ്ടിയുള്ളവരായി നിറയണമെന്ന് ദൈവമാണ് പറഞ്ഞത്. അത് പാപമല്ല, വ്യഭിചാരമാണ് പാപം. ഭക്തന്മാരൊക്കെ, നോഹ ഭാര്യയും മക്കളുള്ള ആളായിരുന്നു. ഹാനോക്ക് ഭാര്യയും മക്കളും ഉള്ള ഒരു പ്രവാചകനായിരുന്നു. നോഹ ഭാര്യയും മക്കളുമുള്ള ഒരു പ്രവാചകനായിരുന്നു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് അവരൊക്കെ ഭാര്യയും മക്കളുമുള്ള ദൈവസേവ ചെയ്യുന്ന ആളുകളായിരുന്നു. യോസേഫ് അതീവ ഭക്തനെങ്കിലും യാക്കോബിൻ്റെ മകൻ, അദ്ദേഹം ഭാര്യയും മക്കളുമുള്ള ആളായിരുന്നു. മോശ ആദ്യത്തെ പ്രവാചകൻ, അദ്ദേഹം ഭാര്യയും മക്കളുമുള്ള ആളായിരുന്നു. അഹരോൻ ആദ്യത്തെ മഹാപുരോഹിതൻ, ഭാര്യയും മക്കളുമുള്ള ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മഹാപുരോഹിതന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ഒക്കെ ഭാര്യയും മക്കളുമായി ജീവിക്കാനുള്ള അനുവാദം ദൈവം നൽകിയിരിക്കുകയാണ്. അത് തെറ്റൊന്നുമില്ല. എന്നാൽ ആർക്കെങ്കിലും വിവാഹം കഴിയാതെ ജീവിക്കാം എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ളൊരു ഭാവന ഉണ്ടെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാതെ ജീവിക്കാം. പക്ഷേ ദൈവവേല ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യ മക്കളെ അനുസരണത്തിൽ പാലിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ നന്നായി ഭരിച്ച് കാണിക്കുന്ന ആളായിരിക്കണം ദൈവസഭയെ പരിപാലിക്കാനെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. വിവാഹം കഴിക്കാതെ ഒരാൾക്ക് കഴിയാം, സ്ത്രീക്കോ പുരുഷനോ വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് കഴിയാം. എന്നാൽ ദൈവവേല സഭയുടെ ലീഡർ ആകണമെങ്കിൽ ഭാര്യ ഉണ്ടായിരിക്കണം, മക്കളും ഉണ്ടായിരിക്കണം. അവരെ അനുസരണത്തിൽ പാലിക്കുന്ന ആളായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് ദൈവത്തിന്. കാരണം മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും ഒക്കെ വിവാഹിതരായിരുന്നു. അതാണ് അതിൻ്റെ നിഴല്. ഇവിടെ യേശുവിൻ്റെ സഹോദരന്മാർ, യേശുവിനെ അടുത്തറിഞ്ഞ ആളുകൾ പോലും യേശുവിനെ സംശയിക്കുകയാണ്. കാരണം ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ അങ്ങനെ ഉണ്ടാകും എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഉണ്ടായി. പക്ഷേ യേശു അവരെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴും സമയമാണ്, എനിക്ക് എൻ്റെ പിതാവ് പറയുന്ന സമയത്ത് എനിക്ക് പോകാൻ സാധിക്കൂ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞയക്കുന്നു. താൻ ഒറ്റയ്ക്ക് ദേവാലയത്തിലേക്ക് പോകുന്നു. ഇതാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.